മൊസൈക് ഇന്ത്യ. വാസ്തുവിദ്യയിലെ ഈ മരണച്ചുറ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി. അപ്പം ഇതിനെ ധാരാളം ആൾക്കാർ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും. ഈവൻ ഞാൻ പോലും നോർത്ത് ഈസ്റ്റ് ഉയർന്ന് സൗത്ത് വെസ്റ്റ് താണ് കിടക്കുന്ന പ്ലോട്ട്, ആ ജിയോഗ്രാഫിക്കൽ ഫീച്ചറുള്ള എല്ലാ രാജ്യങ്ങളും എക്കണോമിക്കലി അനാർക്കിയാണ്. വാസ്തുവിനെ കുറിച്ചിട്ടുള്ള വിഷയങ്ങൾ ലാബിൽ ആദ്യമായിട്ടല്ല അവസാനമായിട്ടും ആരും ചെയ്തിട്ടില്ല. അത്തരത്തില്ല അത് ചെയ്തിരിക്കുന്നത് നമ്മൾ. എന്തുകൊണ്ടാണ് ആഫ്രിക്കയിൽ കറുത്ത മനുഷ്യരും അവിടുത്തെ പ്രത്യേക കാലാവസ്ഥയിൽ പ്രത്യേകതരം ജീവികളും ഉള്ളത്? നമസ്കാരം. മൊസൈക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട് വെക്കാനൊരുങ്ങുമ്പോൾ നമ്മളിൽ പലരുടെയും മനസ്സിൽ ആദ്യം തോന്നുക നമ്മുടെ വീട് വാസ്തു അനുസരിച്ചായിരിക്കണം എന്നല്ലേ? ഈ വാസ്തുശാസ്ത്രത്തിന് എന്താണ് അടിസ്ഥാനം? എങ്ങനെയാണ് ഈ വാസ്തു അനുസരിച്ചൊക്കെ ഒരു വീട് വയ്ക്കുക? ഇതിനെക്കുറിച്ചൊക്കെ പല സംശയങ്ങളും എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് ഈ വാസ്തുവിനെ കുറിച്ചുള്ള പല സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. ഡോക്ടർ മനോജ് എസ് നായർ. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്ത് വാല്യുവേഷനിൽ ബിരുദാനന്തര ബിരുദവും എടുത്ത് ഭാരതത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാകാം വാസ്തുശാസ്ത്രത്തിന്റെ പ്രിൻസിപ്പിൾസ് പരീക്ഷണങ്ങളിലൂടെ ഗവേഷണം നടത്തി PhD നേടിയിട്ടുള്ള വ്യക്തിത്വമാണ് ഡോക്ടർ മനോജ് എസ് നായർ. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലാണ് ഇദ്ദേഹം വാസ്തുശാസ്ത്രം പഠിക്കുന്നതും അവിടെ ഏതാണ്ട് 13 വർഷത്തോളം വാസ്തു കൺസൾട്ടൻ്റായി ജോലി നോക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ വാസ്തു കൺസൾട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് തിരുവല്ല സ്വദേശിയായ ഡോക്ടർ മനോജ് എസ് നായർ. എന്താണ് വാസ്തു? ഇതൊരു ശാസ്ത്രശാഖ തന്നെയാണോ? ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ? നമസ്കാരം മനോജ്. മൊസൈക് ഇന്ത്യയിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്രം ഒരു ശാസ്ത്രമേ അല്ലെന്നും ഒരു അന്ധവിശ്വാസമാണെന്നും ഒക്കെ പ്രചരിക്കുന്ന ഈ മോഡേൺ കാലഘട്ടത്തിൽ നമുക്ക് എന്താണ് വാസ്തുവിദ്യ? വാസ്തുവിദ്യയുടെ ശാസ്ത്രീയ വശം എന്താണ്? ശാസ്ത്രീയ വശം ഉണ്ടോ? അതൊക്കെ നമുക്ക് ഇദ്ദേഹത്തോടൊന്ന് ചോദിച്ചറിയാം. എന്താ? ഓക്കെ. നമസ്കാരം മനോജ്. മനോജ്, ഈ വാസ്തുശാസ്ത്രം ഒരു ശാസ്ത്രമാണോ? വായ്മൊഴിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവല്ലേ വാസ്തുശാസ്ത്രം എന്നുള്ളത്? വാസ്തുശാസ്ത്രത്തിൽ PhD എടുത്തിട്ടുള്ളതാണ് ശ്രീ മനോജ്. എന്തായിരുന്നു മനോജിന്റെ PhDയുടെ ടോപ്പിക്? എന്തായിരുന്നു? എന്താണ് മനോജ് അതിലൂടെ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? എൻ്റെ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ എന്ന് പറയാം, ആദ്യമായിട്ട് ടെക്നിക്കലി ലാബിൽ വാസ്തുവിദ്യയെ കുറിച്ചിട്ട് ഉള്ള പഠനങ്ങൾ ലാബ് ബേസ്ഡ് അനാലിസിസിലൂടെ അതിന്റെ ശരി തെറ്റുകളെ കുറിച്ചിട്ട് ഒരു പഠനം നടത്തിയ ഫസ്റ്റ് PhD ആണ്. സാധാരണഗതിയിൽ വാസ്തുവിദ്യയിൽ PhD എന്ന് പറയുന്നത് മുഴുവൻ ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ട് സാൻസ്ക്രിറ്റിന്റെ ഒരു ടൈറ്റിലിൽ ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചുകളാണ് സാധാരണയുള്ളത്. അതിനകത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ടെക്നിക്കലായിട്ട് അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അനാലിസിസോ സ്റ്റഡിയോ അവിടെ ഇല്ല. നമ്മളുടെ റിസർച്ച് നടന്നിരുന്നത് കാഞ്ചി സർവകലാശാലയും തൃശ്ശൂർ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി 2 യൂണിവേഴ്സിറ്റിയും കൂടെ അസസ് ചെയ്ത് അവരുടെ മേൽനോട്ടത്തിൽ 6 വർഷത്തോളം ഏതാണ്ട് നമ്മൾ റിസർച്ച് നടത്തി. നമ്മൾ അതിനകത്ത് സീഡ് ജെർമിനേഷനാണ് അതിനൊരു മാധ്യമമാക്കിയെടുത്തത്. അതായത് വാസ്തുവിദ്യയുടെ എല്ലാ പ്രോപ്പർട്ടീസും ചെയ്യാൻ പറ്റുന്ന, എളുപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് സീഡ് ജെർമിനേഷനിലൂടെ അതിനെ വെരിഫൈ ചെയ്ത് അതിന്റെ ഒതന്റിസിറ്റി അതുണ്ടോ ഇല്ലയോ, വാസ്തു എഫക്ട്സ് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റഡി. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നോ ഉണ്ടെങ്കിൽ ഉണ്ടെന്നോ ഉള്ള രീതിയിൽ പ്രൂവ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ റിസർച്ച് നടത്തിയത്. അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എന്നെ അതിശയിപ്പിച്ചുകൊണ്ട്, കാരണം ഈ വാസ്തു വെറും വിശ്വാസമല്ലെന്നും അത് കാര്യമായ എഫക്റ്റുകൾ ജീവജാലങ്ങളിൽ ചെലുത്തുന്നുണ്ട് എന്നുള്ളതും ആണ് നമ്മുടെ റിസർച്ചിന്റെ ഒരു ഔട്ട്കം ആയിട്ട് കിട്ടിയത്. അതിന് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആസ് വെൽ ആസ് കാഞ്ചി സർവകലാശാല PhD അവാർഡ് ചെയ്തത്. എന്താണ് ഈ സീഡ് ജെർമിനേഷൻ ഒരു മീഡിയമായിട്ട് എടുക്കാൻ കാരണം? അതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് വാസ്തു എഫക്ട്സ് എല്ലാം മനുഷ്യന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് നമുക്കറിയാം 126 വർഷം എന്നൊക്കെ നമ്മൾ ട്രഡീഷണലി പറയും. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് എക്സ്പെക്ടൻസി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 80-85 ഇയേഴ്സ് ആണ്. ഇപ്പോൾ ഈ 85 വർഷം ഒരാൾ താമസിക്കുന്ന അയാളുടെ പ്ലേസ് ഓഫ് ഡൊമൈസിൽ അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് അനാലിസിസ് നടത്തി അയാൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെയോ അല്ല അയാളുടെ ഒരു വെൽബീയിങ്ങിനെ കുറിച്ചോ പഠനം നടത്തി അങ്ങനെ ജനറേഷൻസ് ഒരു 2-3 ജനറേഷനെങ്കിലും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റൂ. അതിന് നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റഡി മെത്തേഡ് വെച്ചുകൊണ്ട് അത്തരത്തിലൊരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താൻ ബുദ്ധിമുട്ടാണ്.
കാരണം ലൈഫ് റിസർച്ച് നടത്തുന്നതിന്റെ ലൈഫ് തന്നെ ഈ പറയുന്ന പോലെ അതൊരു ജനറേഷൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലിവിങ് ബീയിങ് ആയതുകൊണ്ട് നമ്മുടെ സിമിലർ ആയിട്ടുള്ള ഭൂമിയിലുള്ള ലൈഫ് സ്പാൻ കുറവുള്ള ലിവിങ് ബീയിങ്സിനെ അതിന്റെ ലൈഫിൽ ഈ വാസ്തു എഫക്ട്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം സാധിക്കുന്ന ഒരു മെത്തേഡാണ് സീഡ് ജെർമിനേഷൻ. കാരണം സീഡ്സിനെ നമ്മൾ ഈ വാസ്തുവിൽ പറയുന്ന ഡയമെൻഷനിലുള്ള കമ്പാർട്ട്മെന്റ്സിൽ നമ്മൾ ഗ്രോ ചെയ്യിച്ചിട്ട് അതിന്റെ ഗ്രോത്ത് പ്രോപ്പർട്ടീസ് നമ്മൾ അനാലിസിസ് ചെയ്യുക. അപ്പോൾ അത് സാധാരണ അറ്റ്മോസ്ഫിയറിൽ സാധാരണ ഈ ധാന്യങ്ങൾ മുളച്ച് വളരുന്നതും ഈ വാസ്തുവിന്റെ ഡയമെൻഷനിലുള്ള കമ്പാർട്ട്മെന്റ്സിൽ വളരുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ. കാരണം നമ്മൾ ബാക്കിയെല്ലാം സെയിം ആണ്, എല്ലാ ഫാക്ടേഴ്സും സെയിം ആക്കി വെച്ചുകൊണ്ട് ജസ്റ്റ് ഈ ഡയമെൻഷണൽ ഇത് ഇരിക്കുന്ന എൻവയോൺമെന്റിന്റെ ഒരു ഡയമെൻഷനിലുള്ള വ്യത്യസ്തത മാത്രമാണ് നമ്മൾ ചേഞ്ച് ആയിട്ട് നോക്കിക്കൊണ്ട് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ ഗ്രോത്തിലുള്ള ഔട്ട്കം നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് ഈ എഫക്റ്റ് പ്രൂവ് ചെയ്തത്. അതായത് ഈ നെൽച്ചെടികൾ വാസ്തു പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള ക്യൂബിക്കിൾസ് ഉണ്ടാക്കി അതിനകത്ത് ഗ്രോ ചെയ്ത് അതിൻ്റെ ഗ്രോത്തും ലാബിൽ അല്ലാതെയുള്ള ഗ്രോത്തും ഫീൽഡിലുള്ള ഗ്രോത്തും തമ്മിൽ നമ്മൾ പ്രത്യേകമായി സ്റ്റഡി ചെയ്ത് അത് ഡിഫറെൻറ്റ് ഡയമെൻഷൻസിലുള്ള ഡിഫറെൻറ്റ് അങ്ങനെ ഏതാണ്ട് നമ്മൾ 6,000 സാമ്പിൾസ് ആണ് സ്റ്റഡി ചെയ്തത്. അത് 1-2 അല്ല, 6,000 സാമ്പിൾസ് സ്റ്റഡി ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. എത്ര വർഷം എടുത്തു? 6 വർഷം എടുത്തു. 6,000 സാമ്പിൾസ് ഇത്രയും ചെയ്ത് അത് മാത്രമല്ല, ഇതേ സംഗതി നമ്മൾ ഇതിൻ്റെ ചില പ്രിൻസിപ്പിൾസ് ഫീൽഡിൽ അപ്ലൈ ചെയ്തു. ഫീൽഡിൽ അപ്ലൈ ചെയ്തപ്പോഴും 10 to 15% ഈൽഡ് കൂടുതലാണ് ലഭിച്ചത് ഫീൽഡിൽ. അത് അനുഭവസ്ഥരാണ്, അത് കാർഷിക സർവകലാശാല ഫീൽഡിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ വാസ്തുവിൻ്റെ ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ഓറിയൻറ്റേഷനാണ്. ഡയറക്ഷൻ ഓഫ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദിക്കനുസരിച്ച് ഉള്ള നിർമ്മിതി. ഏതൊരു വസ്തുവും ഇപ്പം കാരണം നമ്മൾ നിൽക്കുന്ന ഭൂമിയിലാണ്. ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും ഒരേ പോയിന്റിൽ നിന്ന് ഇവോൾവ് ചെയ്തതാണ്. വ്യത്യസ്ത ജീവജാലങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ എവല്യൂഷൻ അതിൻ്റെ ഒരു ബേസ് തലത്തിൽ ഒരേ എലിമെൻറ്റിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വന്നതാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഭൂമിയിലെ കാലാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റിസർച്ചിൽ പ്രധാനമായിട്ടും 3-4 കാര്യങ്ങളായിരുന്നു അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചത്. ഒന്നാമത്തെ വിഷയം വാസ്തുവിദ്യയിലെ ഈ മരണച്ചുറ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി. അപ്പം ഇതിനെ ധാരാളം ആൾക്കാർ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും. ഈവൻ ഞാൻ പോലും വാസ്തുവിദ്യ ഗുരുകുലത്തിൽ കൺസൾട്ടൻ്റ് എഞ്ചിനീയറായിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയത്ത് ഞാനിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് ഔട്ട്കമ്മിനെ കുറിച്ചിട്ട് എനിക്ക് പോലും ഞാൻ തന്നെ നോട്ട് ഷുവർ, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഉണ്ട് ഇത് ശാസ്ത്രം പറഞ്ഞതാണ്, എനിക്ക് ഒരു പക്ഷേ അറിയാത്തതായിരിക്കും, ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു ധാരണ ഉണ്ടാകും. പക്ഷേ മനസ്സിലുണ്ടായിരുന്നു ഇത് ഏതെങ്കിലും വിധത്തിൽ ഇത് അറിയണം. അതിനാണ് ഈ സീഡ് ജെർമിനേഷനിലേക്ക് പോയത്. മരണച്ചുറ്റുള്ള ക്യൂബിക്കിൾസ് അല്ലാത്തത് ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്യൂബിക്കിൾസ് വെച്ചിട്ട് ഈ സ്റ്റഡി നടത്തി. ഈ ചുറ്റെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ചുറ്റ് ഈസ് പെരിമീറ്റർ. അതിനെന്താ വിഷയം എന്ന് വെച്ചാൽ ഒരു മുറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ അളവെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് വൈസ് ബ്രെഡ്ത്ത് പ്രപ്പോർഷൻ ഉണ്ട്. ആ പ്രപ്പോർഷൻ ഒരു സർട്ടൺ പ്രപ്പോർഷനിൽ വേണം ചെയ്യാൻ വാസ്തുവിൽ. ആ പ്രപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെരിമീറ്റർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെരിമീറ്റർ ഒരു പ്രത്യേക അളവിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ് 4 ഭിത്തിയുടെയും അളവുകൾ ചേർത്തെടുക്കുമ്പോൾ ഉള്ള പെരിമീറ്റർ. ആ ചുറ്റളവ് ഒരു പ്രത്യേക അളവിൽ വരികയാണെങ്കിൽ അതിനെ 4ആയിട്ട് നമ്മൾ തിരിക്കും. ഉത്തമമായ കണക്ക്, മധ്യമമായ കണക്ക്, അധമമായ കണക്ക്, വർജ്യമായ കണക്ക്. അപ്പോൾ ഈ അധമത്തിലും വർജ്യത്തിലും ഉള്ളത് നമ്മൾ കഴിവതും ഒഴിവാക്കാൻ നോക്കും. ഉത്തമത്തിലും മധ്യമത്തിലുമുള്ള കണക്കുകൾ നമ്മൾ സ്വീകരിക്കും. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ മരണം എന്ന് പറയുന്നത് ശരിയായിട്ട് പറഞ്ഞാൽ ഏതൊരു വസ്തുവിനും ഭൂമിയിൽ ജനിച്ചത്, ഭൂമിയിലല്ല ഈ യൂണിവേഴ്സിലുണ്ടായ ഏതൊരു വസ്തുവിനും 5 അവസ്ഥകളുണ്ട്. അതായത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. 5 അവസ്ഥകളുണ്ട്. അത് ഒരു കല്ലെടുത്താലും ആ കല്ലിനും ഉണ്ട്. കല്ല് ഉണ്ടായ ഒരു സമയം, അതിൻ്റെ എവല്യൂഷൻ എവോൾവ് ചെയ്ത് അത് പൊടിഞ്ഞ് മണ്ണായി ഇല്ലാതായി അതങ്ങ് പോകുന്ന ഒരവസ്ഥ. മരണം എന്ന് പറയുമ്പോൾ അത് ആ മെറ്റീരിയൽ ഇല്ലാതാകുന്നു. മെറ്റീരിയൽ ഇല്ലാതായാലും അത് എന്തായി പോകുന്നു? മെറ്റീരിയൽ ഇവിടുന്ന് പോകുന്നില്ല. നത്തിങ്, ഇത് കൺസിഡർ അത് എനർജി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്, ഇവിടെ ഉണ്ട്. അപ്പം ഇത് ഇല്ലാതാകുന്ന പാർട്ടിലുള്ള വിഷയം മെറ്റീരിയൽ ലൈഫ് വരുന്നതല്ല, അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതേപോലെ ന്യൂമറിക്കൽസിൽ നമ്മൾ കണക്കുകൾ ഇടുമ്പോൾ എവല്യൂഷനിൽ
ഈ പറയുന്ന പോലെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് സൈക്കിളുണ്ട്. ഈ മരണം കഴിഞ്ഞ് പിന്നെ വരുന്ന വീണ്ടും ജനനമാണ്. ജനനം മുതൽ വീണ്ടും വരിക, സൈക്കിൾ വരും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 5 സൈക്കിളിൽ ഈ മരണം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന കണക്കുകൾ നമ്മളൊരു ഇനോസ്പീഷ്യസ് ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് വെറുതെ ഒരു മരണം എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഇനോസ്പീഷ്യസ് ആണോ എന്നുള്ളതായിരുന്നു നമ്മുടെ സംശയം. പക്ഷെ നമ്മൾ ഈ സൈക്കിളിൽ നമ്മൾ ആ അളവുകൾ എടുത്ത് വെച്ച് ക്യൂബിക്കിൾസ് ഉണ്ടാക്കി ഇതിൻ്റെ ഗ്രോത്ത്, സീഡിൻ്റെ ഗ്രോത്ത് ഓരോ ഡയമെൻഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഗ്രോത്ത് പാറ്റേൺ നോക്കിക്കഴിഞ്ഞപ്പോൾ സീരിയസ്ലി ആ ഡയമെൻഷനിലുള്ളതിനകത്ത് മറ്റ് ഡയമെൻഷനിലുള്ളതിൻ്റെ ഗ്രോത്ത് പാറ്റേൺ അല്ല കാണിക്കുന്നത്, കുറവാണ്. അത് വളരെ അത് ഡിസ്റ്റോർട്ടഡ് ആണ്. കുറവെന്നല്ല, ചിലതിൽ വല്ലാത്ത അണീവനായിട്ട്, ചിലത് തീരെ ഇതായിട്ട് പോകുന്നു. എന്നാലും ജനറലി കുറവാണ് കാണിക്കുന്നത്. അത് ഈ ഉത്തമമായ കണക്കുള്ള ഒരു ക്യൂബിക്കിളിനകത്ത് അതെങ്ങനെയായിരുന്നു? എല്ലാം ഒരേ രീതിയിൽ അതിൻ്റെ ആസ്പെക്ട്സ്, അതായത് അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്ത ആസ്പെക്ട്സ് ഒക്കെ ഹയർ എൻഡിലായിരുന്നു. ഇതിൻ്റെ ആസ്പെക്ട്സ് എല്ലാം ലോവർ എൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ, അപ്പോൾ ശരിയാണ്, ഇതിനൊരു എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ 6000-ഓളം സാമ്പിൾസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്തത് ആരുമായിട്ട് അസോസിയേറ്റഡ് ആണ് ഇത് ചെയ്ത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഡോക്ടർ ലീനയുടെ കീഴിലാണ് അവർ ഇവിടെ നമ്മുടെ എക്സ്പെരിമെന്റ്സ് എല്ലാം ചെയ്തത്. മങ്കൊമ്പിൽ റൈസ് റിസർച്ച് സെന്റർ സ്റ്റേഷൻ ഉണ്ട്, അവിടുത്തെ ലാബിലാണ് നമ്മളിതെല്ലാം ചെയ്തത്. അപ്പോൾ അവരതിനുള്ള സൗകര്യമെല്ലാം എനിക്ക് ചെയ്തു തന്നു. അതൊരു വലിയ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അവർ ഹെൽപ്പ് തന്നു, അല്ലെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു ഒരിക്കലും. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായി ചെയ്തിട്ടുള്ളൊരു റിസർച്ച് ആയിരുന്നു. ഒരു റിസർച്ച്, ഇത് ടെക്നിക്കൽ റിസർച്ച്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്തത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും GDP ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് കോ, അത് കുറെ കാലത്തെ നമ്മൾ പഠിച്ചു. കമ്പയർ ഇറ്റ് വിത്ത് ദ ജിയോഗ്രഫി ഓഫ് ദി ലാൻഡ്. കാരണം വാസ്തുവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സൗത്ത് വെസ്റ്റ് ഉയർന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് ചരിഞ്ഞ പ്രോപ്പർട്ടി വിൽ ബെനിഫിറ്റ് യു മോർ എക്കണോമിക്കലി. അതായത് നിങ്ങളുടെ വെൽത്തിന്റെ ആസ്പെക്റ്റുമായിട്ട് ഇതിന് ഡയറക്റ്റ് ലിങ്ക് ആണ് പറയുന്നത്, പ്രോസ്പെറിറ്റിയുമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ലാൻഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രോസ്പെറിറ്റി പ്രതീക്ഷിക്കാൻ ഹെൽപ്പ് കിട്ടത്തുള്ളൂ എന്നൊരു ഇതുണ്ട്. അപ്പോൾ ഇത് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് നമുക്കറിയത്തില്ല. എങ്ങനെ പഠിക്കും? അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഓരോ പ്ലോട്ട് എടുത്ത് വെച്ചിട്ട് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് സ്റ്റഡി ചെയ്ത് പഠിക്കുക നടക്കുകയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇത് കേവലം ചെറിയ വസ്തുക്കൾക്ക് മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഗ്രാമങ്ങൾക്കും ടൗണുകൾക്കും രാജ്യങ്ങൾക്കും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓരോ രാജ്യത്തെയും കണക്കാക്കി, ആ രാജ്യത്തിൻ്റെ വാസ്തുമണ്ഡലം കണക്കാക്കി, അങ്ങനെ ഞാൻ ഏറ്റവും എക്കണോമിക്കലി ഫ്ലറിഷ് ചെയ്യുന്ന ആദ്യത്തെ 15 കൺട്രീസ്, മിഡിലിൽ വരുന്ന ഫസ്റ്റ് 15 കൺട്രീസ്, ഏറ്റവും താഴെ വരുന്ന ഫസ്റ്റ് 15 കൺട്രീസ്, ഇതിനെ അങ്ങനെ 45 രാജ്യങ്ങളെ സ്റ്റഡി ചെയ്തു. പിന്നെ സെലക്റ്റഡ് ആയിട്ട് ചില സദേൺ ഹെമിസ്ഫിയറിലുള്ള ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ, അങ്ങനെ പിന്നെ ഇന്ത്യയുടെ ഒക്കെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി. എന്തായിരുന്നു കണ്ടെത്തൽ? അതിന്റെ കണ്ടെത്തൽ വളരെ രസകരമാണ്. 99.9% രാജ്യങ്ങളും സൗത്ത് വെസ്റ്റ് ഹയസ്റ്റ് പോയിന്റ് വന്നിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് ടിൽറ്റഡ് ആയിട്ടുള്ള ജിയോഗ്രഫിയുള്ള രാജ്യങ്ങൾ എക്കണോമിക്കലി ബൂസ്റ്റിംഗ്, അവരാണ് ടോപ്പിൽ നിൽക്കുന്നത് മുഴുവൻ. അതേസമയം ദ റിവേഴ്സ് പ്രോസസ് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും ഏറ്റവും അരാജകത്വം, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചെരിഞ്ഞു കിടക്കുന്ന, അല്ലല്ല, കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നോർത്ത് ഈസ്റ്റ് ഉയർന്ന് സൗത്ത് വെസ്റ്റ് താണു കിടക്കുന്ന പ്ലോട്ട്, ആ ജിയോഗ്രാഫിക്കൽ ഫീച്ചറുള്ള എല്ലാ രാജ്യങ്ങളും എക്കണോമിക്കലി അനാർക്കിയാണ്. അവിടെ സാമൂഹ്യ സോഷ്യൽ ടോട്ടൽ എന്താ പറയണ്ട നാശമാണ്. എക്സാമ്പിൾ പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ഇപ്പോൾ നൈജീരിയ, ഈവൻ അഫ്ഗാനിസ്ഥാൻ ഇസ് ദ വണ്ടർഫുൾ എക്സാമ്പിൾ. ഇതിന്റെ നേരെ അഗൻസ്റ്റ് ആണ്. അഫ്ഗാനിസ്ഥാൻ തകർന്ന് തരിപ്പണമായി എക്കണോമിക്കലി. പണ്ടും അവർ കൊള്ളക്കാരായിരുന്നു. കിഴക്കുനിന്ന് പടിഞ്ഞാട്ടാണ് അവർ. കിഴക്കുനിന്ന് നോർത്ത് ഈസ്റ്റ് ഉയർന്ന് സൗത്ത് വെസ്റ്റിലേക്കാണ് അവരുടെ. അതേസമയം എക്കണോമിക്കലി ഫ്ലറിഷ് ചെയ്യുന്ന ഓരോ രാജ്യം നോക്കുക. അമേരിക്ക ഫ്രം സൗത്ത് വെസ്റ്റ് ഹൈ നോർത്ത് ഈസ്റ്റിലേക്ക്. ചൈന സൗത്ത് വെസ്റ്റ് ഹിമാലയമാണ്, ഹിമാലയത്തിൽ നിന്ന് നേരെ നോർത്ത് ഈസ്റ്റിലേക്ക്. അതുകൊണ്ടാണ് അവർ ഭൂമിയല്ലേ ഭയങ്കരമായിട്ട്. അതുപോലെ ഓരോ രാജ്യങ്ങളും നോക്കിക്കോളുക. റഷ്യ ഈവൻ നോർത്തിലേക്ക് ടിൽറ്റഡാണ്. അവർ സൗത്ത് സൈഡ് മുഴുവൻ ഹിമാലയ ബെൽറ്റ് വന്നിട്ട് നോർത്തിലേക്ക് ടിൽറ്റഡാണ്. അതേസമയം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ മോശം. സൗദി അറേബ്യ ഈസ്റ്റിലേക്ക് ടിൽറ്റഡാണ്. വെസ്റ്റേൺ സൈഡിലാണ് അവരുടെ മൗണ്ടൻസ് മുഴുവൻ വരുന്നത്. അതുകൊണ്ട് അവർ ഫ്ലറിഷ് ചെയ്യുന്നത്, അവർക്ക് എക്കണോമിക്കലി നല്ല ഇതാണ് വരുന്നത്. അതുപോലെ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടാണ് ആ ഒരു വിഷയത്തിൽ. എക്സെപ്റ്റ് ഓസ്ട്രിയ ഒരു വ്യത്യസ്ത രാജ്യമാണ്. അവിടുത്തെ എക്കണോമി അതുപോലെ. ഓസ്ട്രിയ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യണം ശരിക്കും. സ്വിറ്റ്സർലൻഡ് അവർക്ക് അനുകൂലമായിട്ടാണ്. അതുകൊണ്ടാണ് അവർ ഇഷ്ടംപോലെ അവരുടെ റിസോഴ്സസ് അവർ വന്ന് കയറുന്നത്. അതുപോലെ ആഫ്രിക്കൻ കൺട്രീസ് മുഴുവൻ തിരിച്ചാണ്, റിവേഴ്സിലാണ്. നോർത്ത് ഈസ്റ്റ് ഉയർന്നിട്ട് സൗത്ത് വെസ്റ്റ് ഇതിലേക്കാണ്. അതേസമയം സൗത്ത് ആഫ്രിക്ക വ്യത്യാസമാണ്.
സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ എൻഡിലാണ് ഇത് ഉയർന്ന ഇത് വരുന്നത്. ഇനി നമ്മൾ ആ സ്റ്റഡി നോക്കിയാൽ കേരളത്തിന് ഒരു ഹോപ്പും ഇല്ല. നോർത്തേൺ ഈസ്റ്റേൺ ബെൽറ്റ് മുഴുവൻ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. എന്നിട്ട് ഇതിലേക്ക് അതേസമയം തമിഴ്നാട് ഈസ് ബൂമിങ്. അവര് വെസ്റ്റേൺ സൈഡാണ് അവരുടെ ഹയസ്റ്റ് പീക്സ് വരുന്നത്, ഈസ്റ്റിലേക്ക് ഒരു ടിൽറ്റഡ് ആണ്. ഇനി ആസ് എ ഇന്ത്യ കേരളത്തിന്റെ വാസ്തുമണ്ഡലം മോശമാണെന്നാണ്. തീർച്ചയായിട്ടും. ഇനി ഇതൊരു അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ട് നമുക്ക് അങ്ങനെ പറ്റൂ, അല്ലാതെ നമ്മളൊരു വലിയ സാമ്പത്തിക ഹബ്ബായിട്ട് ഉയരാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല വാസ്തു പോയിന്റ് ഓഫ് വ്യൂവിൽ കേട്ടോ. ഞാൻ അങ്ങനെ പറയുള്ളൂ. ബട്ട് ഇന്ത്യയുടെ വിഷയം എന്താ പറയുക, ഇന്ത്യ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചു മോശമായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യയുടെ നമ്മൾ ഡീപ്പ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ വാസ്തു മണ്ഡലം എന്ന് പറയുന്നത് സെൻട്രലിൽ ഡയറക്ഷൻ ഓറിയന്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ബിഗസ്റ്റ് സ്ക്വയർ ആണ് ഈ വാസ്തുമണ്ഡലം. അതിൻ്റെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പറയേണ്ടത്. അതിൻ്റെ പ്രോപ്പർട്ടി നോക്കുമ്പോൾ എന്താ വെച്ചാൽ മധ്യ ഇന്ത്യ വരും. ആ സെൻട്രൽ ഇന്ത്യയിൽ വരുന്ന ബിഗസ്റ്റ് സ്ക്വയർ ആണ് ഈ വാസ്തുമണ്ഡലം. ആ വാസ്തുമണ്ഡലത്തിൻ്റെ നോർത്ത് ഈസ്റ്റേൺ കോർണർ എന്ന് പറയുന്നത് വാരണാസിയാണ്. വാരണാസി എന്ന് പറയുന്നത് ഏതാണ്ട് കാശി. അതിൻ്റെ സൗത്ത് വെസ്റ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഡെക്കാൻ പ്ലാറ്റോ, ഇങ്ങനെ മുകളിൽ കർണാടക ഇങ്ങനെ മുകളിലാണ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും ആ വാരണാസിയും ഇതും തമ്മിൽ 900 മീറ്ററിൻ്റെ ഡിപ്പുണ്ട്. അതായത് 1 കിലോമീറ്റർ ഹൈയിലാണ് കർണാടകയിലെ പോയിന്റ് നിൽക്കുന്നത്, നോർത്ത് ഈസ്റ്റ് താണുമാണ് നിൽക്കുന്നത്. അതായത് സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് കറക്റ്റ് ടിൽറ്റാണ്. ഹിമാലയം നമ്മുടെ ഇതിൻ്റെ ഔട്ടറിലാണ്, ഇതിൻ്റെ വെളിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് കാര്യമായ എഫക്ട്സ് നമ്മളിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ മെയിൻ നമ്മളെ ഗൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഹൈ ആയിട്ട് നോർത്ത് ഈസ്റ്റിലേക്ക് ടിൽറ്റഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സംവാട്ട് ഗുഡ് എന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മൾ അന്നും ഇന്നും പണ്ട് എത്രയോ ഏൻഷ്യൻ്റ് ഇന്ത്യ മുതൽ നമ്മളെന്നും ഒരു നല്ല ലെവലിലായിരുന്നു. നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻസ് ഒക്കെ നല്ല, ലോകം ഇരുണ്ട യുഗത്തിൽ കിടക്കുമ്പോൾ നമ്മൾ എക്കണോമിയുടെയൊക്കെ ഏറ്റവും ടോപ്പിൽ നിന്ന ആൾക്കാരാണ്. നമ്മളതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സ്റ്റിൽ നമ്മൾ ആ ഒരു ആവറേജ് ലെവലിൽ, മറ്റൊരു ഹയസ്റ്റ് ലെവലിലേക്ക് പോയെന്ന് വരില്ല, ബട്ട് വി വിൽ ബി സെക്കൻഡ് ഓർ തേർഡ് എന്നുള്ള ഒരു മിഡിൽ പാത്തിൽ നമ്മൾ പോകും, കംഫർട്ടബിളായിട്ട് പോകുന്നതാണ്. പിന്നെ ഹിമാലയം നോർത്ത് സൈഡിൽ വരുന്നത് സൗത്തിലേക്ക് ടിൽറ്റ് ചെയ്ത് കിടക്കുന്ന ലാൻഡ്സ് ഒക്കെ സ്പിരിച്വലി ഹൈ വാല്യൂഡ് ആണ്. അതെല്ലാം ഈ യമപഥത്തിലേക്ക്, അതായത് ധർമ്മത്തിലേക്ക് നോക്കി നിൽക്കുന്ന ലാൻഡുകളാണ്. അതുകൊണ്ടാണ് ഹിമാലയത്തിൽ ഈ സന്യാസിമാരുടെയൊക്കെ ഒരു വലിയ സ്പിരിച്വൽ ഹബ്ബായിട്ട് മാറുന്നു ഹിമാലയം. അത് നിങ്ങൾ ആഫ്രിക്കൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാലും അവിടെ കൾട്ടുകൾ കുറേ ധാരാളം, ഈ ഗോത്രങ്ങൾ, ഇതുപോലുള്ള സ്പിരിച്വൽ എക്സ്ട്രാ കഴിവുകളൊക്കെയുള്ള ധാരാളം മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ് ആഫ്രിക്കയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അവർ എക്കണോമിക്കലി ഇതല്ലെങ്കിലും അവർക്കല്ലാത്ത ഉള്ള പല കഴിവുകളും നമ്മളറിയാത്ത പല കഴിവുകളും അവർക്കുണ്ട്. പക്ഷേ യൂറോപ്പ്, അമേരിക്ക എന്ന് പറയുന്നത് ലൗകികമായ ഒരു ഭയങ്കര ഹൈറ്റിലാണ്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റഡി നടത്തിയത് ഇതിൻ്റെ ഡയമെൻഷനെ കുറിച്ചാണ്. ഇതിനകത്ത് യൂണിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഏത് യൂണിറ്റ്സ് എങ്ങനെ ഉപയോഗിച്ചാലാണ് ഏറ്റവും നന്നാകുന്നത്? ശരിയായിട്ട് പറഞ്ഞാൽ അത് കണ്ണു തുറപ്പിക്കുന്ന ഒരു സ്റ്റഡിയാണ്. അതാണ് അതിൻ്റെ വൈറ്റൽ സാധനം. അതിപ്പോൾ വാസ്തുവിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ചെയ്യാത്തത് കൊണ്ടാണ് ഈ വാസ്തുവിൻ്റെ എഫക്ട്സ് പലയിടത്തും പല രീതിയിൽ നമുക്ക് ലഭിക്കാതെ വരുന്നത്. മെഷറിംഗ് യൂണിറ്റ്സ്. കാരണം പണ്ട് കാലത്ത് ഈ മെഷറിംഗ് യൂണിറ്റ്സ് ദേ ഫൗണ്ട് ഇറ്റ് ഫ്രം ദ ഗ്രെയിൻ സൈസ് ഫ്രം എ പർട്ടിക്കുലർ ലാൻഡ്. അതായത് ഇപ്പോൾ ഇവിടെ തിരുവല്ലയിൽ നമ്മളൊരളവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ അളവെടുക്കുന്നത് ഈ തിരുവല്ലയുടെ മണ്ണിൽ നെല്ല് വിതച്ച്, അല്ലെങ്കിൽ നെല്ലോ ഫോർ ദാറ്റ് മാറ്റർ എള്ളാകാം, എന്ത് വേണേലാകാം, അങ്ങനെ ധാരാളം ധാന്യങ്ങളുണ്ട്. ഈ ധാന്യങ്ങൾ കിളിപ്പിച്ച് അത് ധാന്യങ്ങളുണ്ടായി ആ ധാന്യത്തിന്റെ സൈസിൽ നിന്നാണ് യൂണിറ്റിലേക്ക് വരുന്നത്. ദാറ്റ് വാസ് ദ മെത്തഡോളജി വൺസ് അപ്ലൈഡ്. അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. അതൊന്നും കൂടെ ഈ യൂണിറ്റ് എന്താണെന്നുള്ളതെന്ന് വിശദമാവും. പറയാം. വാസ്തുവിൽ നമ്മൾ സാധാരണ നമ്മൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ, ഇതൊക്കെയാണ് നമ്മുടെ അളവുകൾ. അപ്പോൾ നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് പറയാം, വാസ്തുവിൽ ഈ അളവുകളായിരുന്നില്ല ഉപയോഗിച്ചിട്ട്. വാസ്തുവിൽ ഉപയോഗിക്കുന്ന കോൽ എന്ന് പറയുന്നതും കോലിൻ്റെ അംശമായിട്ട് അങ്കുലവും, ഈ രണ്ട് സംഗതികളായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, കോലും അങ്കുലവും. അപ്പോൾ ഈ കോൽ അങ്കുലവും ഈ അളവുകളിലേക്ക് എത്തുന്ന മെത്തേഡാണ് ഞാൻ മുമ്പേ പറഞ്ഞ ധാന്യങ്ങളിൽ നിന്ന് പർട്ടിക്കുലറായിട്ട് 8 ധാന്യങ്ങൾ ചേർത്ത് വെച്ച് കിട്ടുന്ന അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു അങ്കുലമാണെന്നും ആ അങ്കുലത്തിൻ്റെ 24 ഇരട്ടി ഒരു കോലാണെന്നും ഉള്ള രീതിയിലാണ് അളവുകൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെയും കോലുകൾ വ്യത്യസ്തമാണ്. തിരുവല്ലയിൽ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ല ചെങ്ങന്നൂർ ഉപയോഗിക്കുന്നതല്ല തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്നതല്ല കോഴിക്കോട്.
ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് തന്നെ ഇവർ ഒരു ആർഗ്യുമെൻ്റായിട്ട് ഇത് ബേസ്ലെസ് ആണ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. പക്ഷെ അത് അവർക്ക് അറിയാമെന്നായിട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ എവിടെയാണോ ജനിച്ചു വളർന്നത് ആ ജനിച്ചു വളർന്ന സ്ഥലത്തെ ഊർജം അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അയാൾ കഴിക്കുന്ന ഭക്ഷണം ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ മണ്ണിൽ തന്നെ അയാൾ പുരവെച്ച് താമസിക്കുമ്പോൾ ആ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഗ്രെയിനിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു അളവിൽ ഒരു വീട് വെച്ചാൽ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് കംഫർട്ടബിൾ ലിവിങ് പ്ലേസ് ഫോർ ഹിം. ഇതാണ് അതിൻ്റെ തിയറി. അതുകൊണ്ട് തിരുവല്ലയിലെ അളവെടുക്കുമ്പോൾ തിരുവല്ല ക്ഷേത്രത്തിൽ ഏതളവാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതായിരിക്കും ഇതിന് ചുറ്റുമുള്ള പ്രിമൈസസിൽ ഉപയോഗിക്കേണ്ടത്. ഇവിടെ തിരുവല്ലയിൽ ഫോർ എക്സാമ്പിൾ 72.7 ആണ് സെൻറ്റിമീറ്ററാണ് ഒരു കോൽ. നമ്മൾ സെൻറ്റിമീറ്ററിലെ കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ 72.7. നമ്മൾ വാസ്തുകാരന്മാർ സാധാരണ പൊതുവെ എടുക്കുന്നത് ഒരു കോൽ 72 സെൻറ്റിമീറ്ററാണ്. ഇവിടെ 72.6 ചെങ്ങന്നൂർ വരുമ്പോൾ 73 ആറന്മുള വേറൊരു അളവാണ്. അപ്പോൾ ഈ ചെറിയ സ്ഥലം അനുസരിച്ചിട്ട് ഈ യൂണിറ്റിന്റെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഈ യൂണിറ്റിന്റെ വ്യത്യാസം ഇത് മനഃപൂർവ്വം ഉണ്ടാകുന്നതല്ല, ഈ ഗ്രെയിൻ സൈസിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് വരുന്നതാണ്. ഗ്രെയിൻ സൈസ് അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത. അതെ, ആ മണ്ണിന്റെ ഊർവരത എന്ന് പറയും. ആ മണ്ണിന്റെ ഊർവരത അനുസരിച്ചാണ് ഒരു മനുഷ്യന്റെ ബോഡി ഉണ്ടാകുന്നത്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് അതൊന്നും അവിടെയാണ് ഒരു വിഷയം. അതൊരു ആർഗ്യുമെന്റ് പോയിന്റ് ശരിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലി ഇപ്പൊ നിലം നികത്തിയിട്ട് നമ്മൾ നികക്കുന്നു, നമ്മുടെ മണ്ണിലുണ്ടാകുന്ന ഭക്ഷണം അല്ല കഴിക്കുന്നത്. ധാരാളം ആർഗ്യുമെന്റ്സ് ഉണ്ട്. അത് ശരിയാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണ എഫക്റ്റ് വരുന്നത് അപ്പോഴാണ്. കാരണം നമ്മുടെ ഈ റിസർച്ചിൽ പോലും നമ്മൾ അങ്ങനെ ഒരു തിരിച്ചുപോക്കിനിടയില്ലാത്ത വിധം നമ്മൾ മാറിക്കഴിഞ്ഞു. അത് ഞാൻ അഗ്രി ചെയ്യുന്നു. അവിടെയാണ് ഇതിന് മറ്റൊരു സോഴ്സ് ഉണ്ട്. 2 തരത്തിലാണ് അളവുകൾ പണ്ടെടുത്തിരുന്നത്. ഒന്ന് ഈ ധാന്യത്തിൽ നിന്ന്, രണ്ടാമത്തെ ഒരു മെത്തേഡ് പരമാണു അളവിൽ നിന്ന് എടുക്കുന്ന ഒരു അളവാണ്. അതാണ് ഇന്ന് സാർവത്രികമായി ഒരു കോല് 72 സെന്റിമീറ്റർ എന്നുള്ള അളവെടുക്കുന്നത്. അതാണ് ഇപ്പോൾ വ്യാപകമായി വാസ്തുവിൽ എടുക്കുന്നത്. അപ്പോൾ അത് എടുക്കുമ്പോൾ ഒരു ജനറലൈസ്ഡ് യൂണിറ്റ് ആണ്. അപ്പോൾ കേരളത്തിൽ അങ്ങേയറ്റത്ത് മുതൽ ഇങ്ങേയറ്റം വരെയുള്ള നമ്മൾ പൊതുവായിട്ട് കോലുകളുടെ ആവറേജ് എടുത്താലും ഏതാണ്ട് 72 വരും. അപ്പം അതുകൊണ്ട് ആ യൂണിറ്റ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ജനറലി കൊടുക്കുക. കാരണം ഇന്നിപ്പം നിലം നികത്തിയ പുരയിടം നിലം നികത്താൻ പാടില്ല എന്ന വാസ്തുവില്ല. എന്ത് ചെയ്യാൻ പറ്റും? നിലം നികത്തിയിട്ട് ഒരാൾ പുരയിടം എടുത്ത് പണിതിട്ട് വീട് പണിയാൻ വരുമ്പോൾ ഓൾട്ടറേഷൻസ് പാടില്ല എന്നാണ് പറഞ്ഞത്. നാച്ചുറലായിട്ട് എങ്ങനെയാണോ അതാണ് വേണ്ടത്. പിന്നെ നമ്മൾ ചില ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ചില സർക്കംസ്റ്റൻസസിൽ ഖനനം, പൂരകം, ദാഹനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭൂമിയെ ശുദ്ധീകരിച്ചെടുക്കുന്ന ചില പ്രക്രിയകളൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണഗതിയിൽ വീടുകൾക്കല്ല ഉപയോഗിക്കുക, ക്ഷേത്രസന്നിധികൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുമ്പോൾ പുതുതായിട്ടൊരു സ്ഥലമൊക്കെ എടുക്കുമ്പോൾ അത് സാധാരണഗതിയിൽ അത് പാലിക്കാറുണ്ട്. ഇപ്പോഴും ചെയ്യാറുണ്ട്. വീടുകൾക്കും അത് അനുവർത്തിക്കാമെങ്കിൽ അനുവർത്തിക്കാവുന്നേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ അസേർട്ട് ചെയ്ത് പറയുന്നത്, നമുക്ക് അനുഭവത്തിലേക്ക് എന്താണോ ലഭിക്കുന്നത് അതാണ് സത്യം. അപ്പൊ അനുഭവത്തിൽ വാസ്തുശാസ്ത്രം എന്നത് ഒരു അന്ധമായ ഒരു ശാസ്ത്രമല്ല, അന്ധവിശ്വാസമല്ല. തീർച്ചയായിട്ടും അല്ല. ഇറ്റ്സ് എ പ്രൂവൺ ഇത് പ്രൂവൺ സയൻസ് ആണ്. ബട്ട് ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിനകത്തൊരു സ്പിരിച്വൽ എലിമെന്റും ആർട്ടിസ്റ്റിക്കൽ എലിമെന്റും ഇതിനകത്ത് നമുക്കറിയാൻ വയ്യാത്ത ഒരു മെന്റൽ എലിമെന്റും ഇതിനകത്തുള്ളത് കൊണ്ട് ഇതിനെ മൂന്നിനെയും പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ തക്ക പാകത്തിന് നമ്മുടെ ശാസ്ത്രം വളർന്നു വന്നതിന് ശേഷം മാത്രമേ വാസ്തുവിനെ കൃത്യമായി നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് അവതരിപ്പിക്കാൻ പറ്റും പബ്ലിക്കിന്റെ മുമ്പിൽ. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങളുടെ അനുഭവം നിങ്ങളെ കാര്യങ്ങളിലേക്ക് പഠിപ്പിക്കും. നമുക്ക് മനസ്സിലാവാത്തതിനെ തെറ്റെന്ന് പറയുന്നത് ശരി, മനസ്സിലാകാത്ത ഒരു കാര്യത്തെ തെറ്റെന്ന് ഞാൻ പല ചർച്ചകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ എതിരാളികളായിട്ട് വരുന്നവരാരും വാസ്തുവിന്റെ ABCD പഠിക്കാതെ വരുന്നത് ഒന്നും അറിയില്ല. പക്ഷെ അവർ ശക്തമായി ഇതിനെ എതിർക്കാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? അത് ഇത് അന്ധവിശ്വാസമാണ്, ഇത് ബേസ്ലെസ്, താർക്കികന്മാരാണ്, തർക്കിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് വായിച്ച് ഇതിന്റെ എനിക്കൊന്ന് സംസാരിക്കാൻ നിങ്ങൾ അവസരം തന്നതിന് ശേഷം നിങ്ങൾ സംസാരിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കല് ഇതുപോലെ ഒരു അഭിമുഖത്തില് വേറെ എങ്ങുമല്ല, ദൂരദർശനിൽ തന്നെ പ്രശസ്തനായ ഒരു ആർക്കിടെക്റ്റുമായിട്ട് സംവാദം നടത്തിയപ്പോൾ വാസ്തുവിദ്യയെ നഖശികാന്ത് എതിർക്കുകയും പൂർണ്ണമായി അതിനെ നെഗറ്റ് ചെയ്യുകയും ചെയ്ത അദ്ദേഹം ഇന്ന് വാസ്തുവിദ്യാ ഗുരുത്തിന്റെ ചെയർമാനാണെന്ന് പറയുന്നത് എനിക്ക് വളരെ ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച ഒരു സംഗതിയാണ്. അതും ഈ തരണത്തിൽ ഓർത്തെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം കാലം മാറിയപ്പോൾ ഇൻഫർമേഷൻ മാറി, ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണത്. വാസ്തുശാസ്ത്രത്തിന്റെ ഒരു ഇൻട്രോഡക്ടറി എപ്പിസോഡായിരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിച്ചത്. വാസ്തുശാസ്ത്രത്തെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്താണ് വാസ്തുശാസ്ത്രം, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് ശാസ്ത്രീയമാണോ, ഇതൊക്കെ നമുക്ക് വിശദമാക്കി തന്ന ശ്രീ മനോജ് എസ് നായർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മനോജ്. വാസ്തുശാസ്ത്രത്തെ പറ്റിയുള്ള ഈ ഇൻട്രോഡക്ടറി എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.
ഫ്ളാറ്റുകളിലും തിരക്കേറിയ നഗരങ്ങളിലെ ചെറിയ ചെറിയ പ്ലോട്ടുകളിലുമൊക്കെ കെട്ടിടങ്ങൾ പണിയുമ്പോൾ എങ്ങനെയാണ് വാസ്തു പ്രിൻസിപ്പിൾസ് നമുക്ക് പാലിക്കാനാവുക? ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ഇദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ? ഓക്കെ, ദിസ് ഇസ് രാധാകൃഷ്ണൻ കുറ്റൂർ സൈനിങ് ഓഫ് ഫ്രം മൊസൈക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Macniloquent, optimistic, zestful, awesome, inspirational and courageous. Let's explore together.